ഹലോ ഫ്രണ്ട്സ്, എസ്വേർഡ് ക്ലി പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്മസ് ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മുടെ ഈ കംഫർട്ടിൻ്റെ ഒക്കെ ഒരു കുപ്പി നമുക്ക് കിട്ടത്തില്ലേ, ആ വെള്ള കുപ്പിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് നമുക്ക് നല്ല ഒരു റെഡ് കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ക്രിസ്മസ് ബോട്ടിൽ ആർട്ടാണല്ലോ. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്ന 3 കളറെന്ന് പറയുമ്പോൾ വൈറ്റ്, റെഡ്, ഗ്രീൻ. അപ്പോൾ ഇത് ഇത്ര ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കളറ്. അപ്പം ഞാൻ വിചാരിച്ചു റെഡ് തന്നെ കൊടുക്കാൻ. ഒരു 2 കോട്ട് കൊടുത്താൽ നല്ല ഭംഗിയാവും. ഞാൻ 2 കോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മേളിൽ അടപ്പിൻ്റെ ഭാഗം കൊടുക്കണം. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ താഴോട്ടുള്ള ഭാഗം ഉണങ്ങിയതിന് ശേഷം മണ്ടേ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 2 കൂടെ കൊടുത്താൽ നമുക്ക് എല്ലായിടമൊക്കെ കയ്യിലൊക്കെ ആവും, പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ബോട്ടം കൂടി മണ്ടയിലുള്ള ആ ഒരു അടപ്പിൻ്റെ ഭാഗം കൂടെ നമ്മൾ അടിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് താഴെ പിടിക്കാൻ പറ്റും ഉണങ്ങിയിട്ടാണെങ്കിൽ. അപ്പം അതും കൂടി ഉണങ്ങാൻ വെക്കണം. അത് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പം ഇനി വേണ്ടത് നമ്മുടെ ഈ തുണിയൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു പേപ്പർ കിട്ടത്തില്ലേ, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താലും മതി. അത് വെച്ചിട്ട് നമുക്ക് സിഗ്സാഗ് ക്രിസ്മസ് ട്രീ ഗ്ലൂഗൺ വെച്ചിട്ട് വരയ്ക്കണം. അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടത് ഉണങ്ങി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ അക്രിലിക് പെയിൻറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറ് അതിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇച്ചിരി എണ്ണ തേച്ചിട്ട് അതിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി അത് ഇളക്കിയെടുക്കണം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ബ്രഷ് ഇട്ട് വൈറ്റ് ഡോട്ട് കൊടുക്കാം. ഇത് ഇളക്കിയെടുക്കുന്ന വിഷ്വൽസ് എൻ്റെ നിന്ന് കളഞ്ഞു പോയി. അതിന് ശേഷം നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഈ ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഒട്ടിക്കുന്നത് കുറച്ച് പാടാണ്. ഗ്ലൂ വെച്ചിട്ട് ഒന്നും ഒട്ടത്തില്ല. നിങ്ങൾ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ചെയ്യുക. എൻ്റെ സൂപ്പർ ഗ്ലൂ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിതിട്ട് ഒരു അരമണിക്കൂറോളം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിതൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റിയത്. കുറേ സമയമെടുത്തു. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പകുതിയോളം നമ്മുടെ ബോട്ടിൽ ആർട്ട് തീർന്നു. അപ്പോൾ ഇനി അത് ഫുള്ള് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രഷിൽ വൈറ്റ് പെയിൻറ്റ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തുള്ളി തുള്ളിയായിട്ട് വന്ന് കിടക്കും. അപ്പം അതുകൂടെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചത്ര ഒരു ഫിനിഷിങ് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ ബ്രഷിൻ്റെ ബാക്ക് എടുത്തിട്ട് ഇതിൽ കുറച്ച് വരയിടാൻ നോക്കി. അപ്പം ഞാൻ ഈ പെയിൻറ്റ് അടിച്ചിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് തന്നെ നഖം കൊണ്ടപ്പോൾ അതങ്ങ് വെള്ളയായി. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസൈൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ സ്റ്റാർ പോലെയോ സർക്കിൾ പോലെയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ വരഞ്ഞതുപോലെ തന്നെ ചെയ്തത്. അത് ബോട്ടിൽ ഫുള്ള് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടതങ്ങ് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചത്ര ഈ ബോട്ടിൽ ആർട്ട് എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല. എങ്കിലും എനിക്ക് ആ ഒരു ബോട്ടിൽ ആർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം കംഫർട്ടിൻ്റെയൊക്കെ കുപ്പി എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ലേ, അപ്പോൾ അതിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വൈറ്റിൻ്റെ മണ്ടയിൽ കുറച്ച് റെഡും കൂടെ വന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ റെഡ് ഞാൻ ബ്രഷ് വെച്ചൊന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ബോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു പ്രശ്നം പറ്റി. ഇത് എൻ്റെ കയ്യിൽ ഗ്രീൻ റിബൺ ഇല്ലായിരുന്നു. ഇത് മറ്റേ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ തണ്ടി ചുറ്റത്തില്ല, അതായിരുന്നു. അപ്പോൾ അതിനൊരു പശ ഉണ്ടല്ലോ, ആ പശ ഇങ്ങനെ ഒട്ടിച്ചേർന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ പിന്നെ ശരിയാക്കി. പക്ഷെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ആ ഒരു പച്ച വന്നപ്പോഴാണ് അതിന് ലുക്ക് വന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റ് വന്നാലും കൊള്ളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചെടികളൊക്കെ വയ്ക്കുമോ മണി പ്ലാന്റ്സും ഒക്കെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി.